മരണം വരെയും ആരുടെ മുൻപിലും മുട്ടുമടക്കാത്ത ഒരു കൊമ്പൻ. അവസാനം പാപ്പാന്മാരുടെ ക്രൂരപീഡനമേറ്റ് ചെരിയേണ്ടി വന്ന രാഹുൽ ടിംബേസ് വിഷ്ണു എന്ന ആനയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആന കേരളത്തിൽ നിരവധി കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ള കൊമ്പനായിരുന്നു വിഷ്ണു. സ്വഭാവദൂഷ്യവും കയ്യിലിരിപ്പും കാരണം പലതവണ കൈമാറ്റം ചെയ്യപ്പെട്ട് അവൻ പല പേരുകളിൽ അറിയപ്പെട്ടു. വെട്ടൊന്ന് മുറി രണ്ടെന്ന സ്വഭാവം കൊണ്ടാകാം അവന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലായിരുന്നു. ഒരിക്കൽ പറശ്ശിനിക്കടവിൽ വെച്ച് ഇടഞ്ഞോടിയ വിഷ്ണു വളപട്ടണം പുഴയിലേക്ക് ഇറങ്ങിയതിനെ തുടർന്ന് ഒരു തുരുത്തിൽ കുടുങ്ങിക്കിടന്നു. മുള്ളുചങ്ങലയിട്ടാണ് അവനെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിച്ചിരുന്നത്. ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത സ്വഭാവക്കാരൻ. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഒരു തടിക്കമ്പനിയിൽ 10 വർഷത്തോളം പണിയെടുത്തിരുന്ന വിഷ്ണു പല കൈമാറ്റങ്ങളിലൂടെ ചൊവ്വലൂരിലെ രാഹുൽ ടിംബേസ് ഉടമ രാധാകൃഷ്ണന്റെ കൈകളിൽ എത്തിച്ചേർന്നു. ഇടയ്ക്കിടയ്ക്ക് ഇടഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന കൊമ്പനെ പാപ്പാന്മാർ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. അവസാനം പാപ്പാന്മാരുടെ ക്രൂരപീഡനമേറ്റ് തന്നെ അവന് ചെരിയേണ്ടി വന്നു. 1996-ൽ 45 വയസ്സുള്ളപ്പോഴാണ് വിഷ്ണു ചെരിയുന്നത്. ചെമ്പൂത്തറ പട്ടണിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള നിന്നൂഴി വനത്തിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാപ്പാന്മാരുടെ പീഡനത്തിൽ കാലുകളിലുണ്ടായ വ്രണങ്ങളുടെ വേദനയുമായി നടന്നിരുന്ന വിഷ്ണുവിന് ചികിത്സ നിഷേധിച്ചതും ക്രൂരമായി പണിയെടുപ്പിച്ചതിനെ ചൊല്ലിയും അക്കാലത്ത് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പൈപ്പ് കൊണ്ട് കണ്ണിൽ കുത്തി ആനയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. വ്രണങ്ങളിൽ നിന്നെല്ലാം ദുർഗന്ധം വമിക്കുന്ന തരത്തിലായിരുന്നു. പീഡനമേറ്റ് തീരെ അവശനായ ആനയെ തടി പിടിപ്പിക്കാൻ കൊണ്ടുപോയി. ഭക്ഷണം കഴിക്കാതിരുന്ന കൊമ്പൻ അവസാന ദിവസങ്ങളിൽ വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. രാത്രി ചിഹ്നം വിളിച്ചു കിടന്ന വിഷ്ണുവിനെ രാവിലെ തടി പിടിപ്പിക്കാൻ കൊണ്ടുപോകാൻ ചെന്നപ്പോഴാണ് ആന ചെരിഞ്ഞതായി കാണുന്നത്. ആരുടെ മുന്നിലും അടിയറവ് പറയാത്ത പ്രശ്നക്കാരനായ കൊമ്പന് അവസാനം പാപ്പാന്മാരുടെ ക്രൂരപീഡനമേറ്റ് ചെരിയേണ്ടി വന്നു.